The number of members in 50 households of a village is listed below. Make a frequency table and answer these questions. അതായത് ഓരോ ഹൗസ് ഹോൾഡിലെയും നമ്പർ ഓഫ് മെമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ് ഓരോ ഹൗസ് ഹോൾഡിലെയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി ടേബിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കാം. ഫ്രീക്വൻസി ടേബിളിന് എത്ര കോളാണ് വേണ്ടത്? 3 കോളാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എന്താ വരുന്നത്? തന്നിട്ടുള്ള എന്താണ്? നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത് ഓരോ ഹൗസ് ഹോൾഡിലെയും. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് കോളം നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഇനി അടുത്തത് ടാലിയാണ്. അടുത്ത കോളത്തിലോ? അടുത്ത കോളം ഓരോ ഹൗസ് ഹോൾഡിലല്ലേ തന്നിട്ടുള്ളത്, അപ്പോൾ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡാണ്. ഓക്കെ, നമ്പർ ഓഫ് മെമ്പേഴ്സ് 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, അങ്ങനെ 13 വരെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം 2 എഴുതാം. ഏറ്റവും ചെറുത് 2 അല്ലേ? അപ്പോൾ 2നേക്കാൾ കൂടിയത് 3 ഉണ്ട്, പിന്നെ 4 ഉണ്ട്, 4നേക്കാൾ കൂടിയ 5 ഉണ്ട്, പിന്നെ 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. 11 മെമ്പേഴ്സ് ഉള്ള ഫാമിലി ഇതിനകത്ത് കാണുന്നില്ല, അപ്പോൾ 11 എഴുതണ്ട. 12ഉം ഇതിനകത്ത് തന്നിട്ടില്ല, അപ്പോൾ 12 എഴുതണ്ട. പിന്നെ 13 ആണ്, 13 ഉണ്ട് അല്ലേ? അപ്പോൾ 13 എഴുതാം. 13നേക്കാൾ കൂടുതൽ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ടേബിൾ ക്ലോസ് ചെയ്യാം. ലാസ്റ്റ് കോളം ടോട്ടലാണ്, അപ്പോൾ അത് എഴുതാം, ടോട്ടൽ. ഓക്കെ, ഇനി 2 മെമ്പേഴ്സിൽ എത്ര ഫാമിലി ഉണ്ട്? എത്ര 2 വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിനകത്ത് ആദ്യത്തെ റോയിൽ 1, പിന്നെ 2, 3, 4, 5 2s ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് 5 എന്ന് എഴുതാം. അപ്പോൾ ടാലിയൊക്കെ എങ്ങനെ എഴുതാം? ആദ്യത്തെ 4 1 2 3 4 ഇങ്ങനെ എഴുതാം. അഞ്ചാമത്തത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടാം. ഓക്കെ, ഇനി എത്ര 3 ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് 11 എന്ന് എഴുതാം. അപ്പോൾ ടാലിയാക്കി 11 എങ്ങനെ എഴുതാം? ആദ്യത്തെ 1 2 3 4 5 ഇങ്ങനെ എഴുതി, 6 7 8 9 10 ഇങ്ങനെ എഴുതി, പിന്നെ 11. അപ്പോൾ ലാസ്റ്റ് ഒരു 1 എക്സ്ട്രാ വരും അല്ലേ? എത്ര 4 ഉണ്ടോയെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 4 ആണുള്ളത്. അപ്പം നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് 9 ആണ്. 9 നമുക്ക് ടാലിയൊക്കെ ഇങ്ങനെ എഴുതാം. ആദ്യത്തെ 5 1 2 3 4 5 ഇങ്ങനെ എഴുതാം. 6 7 8 9. ഓക്കെ, ഇനി എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 5 ആണുള്ളത് അല്ലേ? അപ്പോൾ 6 നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് 6 ആണ്. 6നെ എങ്ങനെ എഴുതാം? 1 2 3 4 5. അപ്പോൾ 6 ഉണ്ട്, അപ്പോൾ എക്സ്ട്രാ 1 ഇവിടെ എഴുതാം. ഓക്കെ, ഇനി എത്ര 6 ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 6 ആണുള്ളത്. അപ്പോൾ 6 എഴുതി. 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 2 3 4 5 6 ഇങ്ങനെ എഴുതാം അല്ലേ? ഇനി എത്ര 7 ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 7 ആണുള്ളത് അല്ലേ? അപ്പോൾ 5 എഴുതി. 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 2 3 4 5. ഓക്കെ, ഇനി എത്ര 8 ഉണ്ടെന്ന് നോക്കാം. 1 2 3 8 ആണുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് 3 എഴുതാം. 3 എങ്ങനെ എഴുതാം? 1 2 3. ഇനി എത്ര 9 ഉണ്ടോയെന്ന് നോക്കാം. 1 2 3 ആണുള്ളത് അല്ലേ? അപ്പോൾ 3 എഴുതി. 3 നമുക്ക് 1 2 3 ഇങ്ങനെ എഴുതാം. ഇനി എത്ര 10 ഉണ്ടെന്ന് നോക്കാം. 1 10 ആണുള്ളത്, അപ്പോൾ 1 എഴുതി. ഇനി എത്ര 13 ഉണ്ട്? ഒരു 13 ഉള്ളൂ അല്ലേ? അപ്പോൾ 1. ഓക്കെ, അപ്പോൾ നമ്മുടെ
ടേബിൾ കംപ്ലീറ്റ് ആയി. ടോട്ടൽ എത്രയാണ്? 11 + 9 20 ആണ്. 20 + 5 25, 25 + 6 31, 31 + 6 37, 37 + 5 42, 42 + 3 45, 45 + 3 48, 49 50 അല്ലേ? അപ്പോൾ ടോട്ടൽ 50 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ഹൗസ് ഹോൾഡ്സ് ഹാവ് ജസ്റ്റ് 2 മെമ്പേഴ്സ്? ജസ്റ്റ് 2 മെമ്പേഴ്സ് ഉള്ള എത്ര ഹൗസ് ഹോൾഡാണ്? നമ്പർ ഓഫ് മെമ്പേഴ്സ് 2 ആയിട്ടുള്ളത് 5 ഹൗസ് ഹോൾഡാണ് അല്ലേ? അപ്പോൾ 5 ആണ്. ഇനി ഹൗ മെനി ഹൗസ് ഹോൾഡ്സ് ഹാവ് 4 ഓർ ലെസ്? 4 അതിനേക്കാൾ കുറവുള്ളത് അത് ഏതൊക്കെയാണ്? 4 3 2 ഇത്ര മെമ്പേഴ്സ് വരും അല്ലേ? അപ്പോൾ 2 മെമ്പേഴ്സ് ഉള്ള 5 ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 മെമ്പേഴ്സ് ഉള്ള 5 പ്ലസ് പിന്നെ 3 മെമ്പേഴ്സ് ഉള്ള 11 പ്ലസ് പിന്നെ 4 മെമ്പേഴ്സ് ഉള്ള 9. അപ്പോൾ 11 + 9 20 ആണ്. 20 + 5 25. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഹൗസ് ഹോൾഡ്സ് ഹാവ് 10 ഓർ മോർ? 10 അതിൽ കൂടുതലുള്ളത്. അപ്പോൾ 10ലേക്കാൾ കൂടുതലുള്ളത് 13 ആണ്. അപ്പോൾ 10ഉം 13ഉം. അപ്പോൾ 10ൽ 1 ഹൗസ് ഹോൾഡ്, 10 മെമ്പേഴ്സ് ഉള്ള ഒരു ഹൗസ് ഹോൾഡ് ഉണ്ട്, 13 മെമ്പേഴ്സ് ഉള്ള ഒരു ഹൗസ് ഹോൾഡ് ഉണ്ട്. അപ്പോൾ ഇതൊരു 1 + 1 അത് 2 ആണല്ലേ? ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. ഹൗസ് ഹോൾഡ് ഓഫ് വാട്ട് സൈസ് ഒക്കേഴ്സ് മോസ്റ്റ്? ഏറ്റവും കൂടുതൽ ഹൗസ് ഹോൾഡ്സിൽ ഉള്ള മെമ്പേഴ്സ് എത്രയാണ്? അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് വരുന്നത് 11 ആണ് അല്ലേ? അപ്പോൾ 11ൽ വരുന്ന 3 നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്. അപ്പോൾ 3 ആണ് ആൻസർ. ഓക്കെ, there are 44 children in a class 8B. The list show how far they come from in kilometers. അതായത് ക്ലാസ് 8Bയിൽ 44 ചിൽഡ്രൻ ഉണ്ട്. ഓരോ ചിൽഡ്രനും എത്ര ഡിസ്റ്റൻസിൽ നിന്നാണ് വരുന്നത് കിലോമീറ്ററിൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി ടേബിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി ടേബിളിൽ 3 കോളാണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് 3 കോളുള്ള ഒരു ടേബിൾ വരയ്ക്കാം. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ എന്താ തന്നിട്ടുള്ളത്? എന്താണ് തന്നിട്ടുള്ളത്? ഓരോ ചിൽഡ്രൻ്റെയും ഡിസ്റ്റൻസ് ആണ് അല്ലേ? എത്ര ദൂരത്തു നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ, ഡിസ്റ്റൻസ് ബ്രാക്കറ്റിൽ കിലോമീറ്റർ കെ എന്ന് എഴുതാം. പിന്നെ എന്താണ് അടുത്തത്? ടാലിയാണ്. അടുത്ത കോളത്തിലോ ഓരോ ഡിസ്റ്റൻസിൽ നിന്ന് എത്ര കുട്ടികൾ വരുന്നുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ഡിസ്റ്റൻസ് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1 2 3 4 അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം 1, പിന്നെ അതിൽ കൂടുതൽ 2 ആണ്, പിന്നെ 3 ആണ്, പിന്നെ 4 വരുന്നുണ്ട്, പിന്നെ 5 വരുന്നുണ്ട്, പിന്നെ 6 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, പിന്നെ 8 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, പിന്നെ 10 ഇതിൽ വന്നിട്ടില്ല, അത് എഴുതണ്ട. 11 വരുന്നുണ്ട്, പിന്നെ 12 വരുന്നുണ്ട്, പിന്നെയോ 13 വരുന്നുണ്ടോ? 13 വരുന്നില്ല, പിന്നെ 14 വരുന്നുണ്ട്. ഓക്കെ, 14 കഴിഞ്ഞിട്ട് വലുതൊന്നുമില്ല, 15 ഒന്നുമില്ല, ലാസ്റ്റ് 14 വരെയുള്ളൂ അല്ലേ? അപ്പോൾ ഇതാണ് ടേബിളിൽ വരുന്ന ഡിസ്റ്റൻസുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ടേബിൾ ക്ലോസ് ചെയ്യാം. ലാസ്റ്റ് എന്താ വരുന്നത്? ടോട്ടലാണല്ലേ? അപ്പോൾ ടോട്ടൽ എന്ന് എഴുതാം. അപ്പോൾ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം. എത്ര 1 വരുന്നുണ്ടെന്ന് നോക്കാം. 1 2 3 വരുന്നുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ 3 ആണ്. അപ്പോൾ ടാലി ആയിട്ട് എങ്ങനെ എഴുതാം? 1 2 3. ഓക്കെ, ഇനി 2 ഡിസ്റ്റൻസിൽ എത്ര ചിൽഡ്രൻ വരുന്നുണ്ട്? 1 2 3 4 5 ആണല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ 5 ആണ്. അപ്പോൾ ടാലി ആയിട്ട് എങ്ങനെ എഴുതാം? 1 2 3 4 5. ഓക്കെ, ഇനി 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് എത്ര കുട്ടികൾ വരുന്നുണ്ട്? എത്ര 3 വരുന്നുണ്ടെന്ന് നോക്കാം. 1 2 3 4 3s ആണ് വരുന്നല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ 4 ആണ്. 4 എങ്ങനെ എഴുതാം? 1 2 3 4. ഓക്കെ, ഇനി 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എത്ര കുട്ടികൾ വരുന്നുണ്ടെന്ന് നോക്കാം. 1
2 3 4 5 ചിൽഡ്രൻ ആണല്ലേ. അപ്പോൾ 5 എങ്ങനെ എഴുതാം? 1 2 3 4 5. ഓക്കെ. ഇനി 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എത്ര കുട്ടികൾ വരുന്നുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 ആണല്ലേ. അപ്പോൾ 6 എഴുതി. 6 എങ്ങനെ എഴുതാം? 1 2 3 4 5 ഒരു 6. ഇനി 6 ഡിസ്റ്റൻസിൽ എത്ര കുട്ടികൾ വരുന്നുണ്ട്? 1 2 3 4 5 6 കുട്ടികളാണ്. നമുക്കിവിടെ 6 എഴുതാം. 6 എങ്ങനെ ടാലി ആയിട്ട് എഴുതാം? 1 2 3 4 5 6 അല്ലേ. ഇനി 7 കിലോമീറ്റർ ഡിസ്റ്റൻസിന് എത്ര കുട്ടികൾ വരുന്നുണ്ടെന്ന് നോക്കാം. 7 1 2 3 4 5 7 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 5 എഴുതി. 5 നമുക്ക് ടാലി എങ്ങനെ എഴുതാം? 1 2 3 4 5. ഓക്കെ. ഇനി 8 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എത്ര കുട്ടികൾ വരുന്നുണ്ടെന്ന് നോക്കാം. 1 വരുന്നുള്ളൂ അല്ലേ. നമുക്ക് 1 ഒന്ന് എഴുതാം. ഓക്കെ. ഇനി 9 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് എത്ര കുട്ടികളുണ്ട്? 1 2 3 4 5 കുട്ടികളാണ്. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ 5. ടാലി 1 2 3 4 5. ഓക്കെ. ഇനി 11 ഡിസ്റ്റൻസിൽ നിന്ന് എത്ര കുട്ടികളുണ്ട്? 1 ആണുള്ളത്. അപ്പോൾ 1 എഴുതി. ടാലിയിലും 1 എഴുതി. ഇനി 12 ഡിസ്റ്റൻസിൽ എത്ര കുട്ടികളുള്ളത്? 1 2. ഇവിടെ ഒരു 2 കൂടി ഉണ്ടല്ലേ. അപ്പോൾ 2 കുട്ടികളാണ്. നമുക്ക് 2 എഴുതി. ഓക്കെ. ടാലിയിൽ ഇങ്ങനെ എഴുതി. ഇനി 14 ഡിസ്റ്റൻസിൽ എത്ര കുട്ടികളാണ്? 1 കുട്ടിയല്ലേ ഉള്ളൂ. അപ്പോൾ 1 എഴുതി. ഓക്കെ. ടാലിയിലും 1 എഴുതി. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട് നമുക്ക് നോക്കാം. 3 + 5 8 ആണ്. 8 + 4 12 ആണ്. 12 + 5 17. 17 + 6 23. 23 + 6 29. 29 + 5 34. 34 + 1 35. 35 + 5 40. 40 + 1 41. 41 + 2 43. 43 + 1 44. അപ്പോൾ ടോട്ടൽ 44 കറക്റ്റ് ആയിട്ടുണ്ടല്ലേ. ഓക്കെ. ഇനി ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ കണ്ടുപിടിക്കുക. ഹൗ മെനി ചിൽഡ്രൻ ആർ ഫ്രം എക്സാക്ട്ലി 1 കിലോമീറ്റർ അവേ? 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എത്ര കുട്ടികളാണ്? 3 ആണല്ലേ. സോ ദ ആൻസർ ഈസ് 3. ഓക്കെ. ഹൗ മെനി ആർ ഫ്രം മോർ ദാൻ 5 കിലോമീറ്റർ? 5 കിലോമീറ്ററിനേക്കാൾ കൂടുതലുള്ളത്. അത് 5നേക്കാൾ കൂടുതലുള്ളത് 6 7 8 9 10 11 12 14 ആണല്ലേ. അപ്പോൾ 6 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എത്ര കുട്ടികളുണ്ട്? 6 കുട്ടികളാണ്. അപ്പോൾ 6 പ്ലസ് പിന്നെ 7ൽ 5 ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ 5 പ്ലസ് പിന്നെ 8 കിലോമീറ്ററിൽ 1 കുട്ടിയാണ്. അപ്പോൾ 1 പ്ലസ് പിന്നെ 9 കിലോമീറ്ററിൽ 5 ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ 5 പ്ലസ് പിന്നെ 11 കിലോമീറ്ററിൽ 1 കുട്ടിയുണ്ട്. 1 പ്ലസ് 12 കിലോമീറ്ററിൽ 2 കുട്ടികളുണ്ട്. അപ്പോൾ 2 പ്ലസ് പിന്നെ 14 കിലോമീറ്ററിൽ 1 കുട്ടിയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ സം എന്താണ്? 6 + 5 11 ആണ്. 11 + 1 12. 12 + 5 17. 17 + 1 18. 18 + 2 20. 20 + 1 21 ആണ് ആൻസർ. ഓക്കെ. ഹൗ മെനി ആർ ബിറ്റ്വീൻ 5 and 10 കിലോമീറ്റേഴ്സ് അവേ? അതായത് 5നും 10നും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ 5നും 10നും ഉള്ളത് ഇടയ്ക്കുള്ളത് ഏതാ? 6 7 8 9 അല്ലേ. ഇതാണ് 5നും 10നും ഇടയിലുള്ളത്. അപ്പോൾ 6ൽ എത്ര കുട്ടികളുണ്ട്? 6 കുട്ടികളുണ്ട്. അപ്പോൾ 6 പ്ലസ് പിന്നെ 7ൽ 5 കുട്ടികളുണ്ട്. 5 പ്ലസ് പിന്നെ 8ൽ 1 കുട്ടിയുണ്ട്. 1 പ്ലസ് പിന്നെ 9ൽ 5 കുട്ടികൾ. ഓക്കെ. ദാറ്റ് ഈസ് ഇക്വൽ ടു 5 + 5 10 ആണ്. 10 + 6 16. 16 + 1 17. അപ്പോൾ 17 ആണ് ആൻസർ. ഓക്കെ. ഇനി 4th ക്വസ്റ്റ്യൻ. ഹൗ മെനി ആർ ഫ്രം മോർ ദാൻ 10 കിലോമീറ്റർ? 10 കിലോമീറ്ററിനേക്കാൾ കൂടുതലുള്ളത്. 10നേക്കാൾ കൂടുതലുള്ളത് 11 12 14 ആണ് അല്ലേ. അപ്പോൾ 11 കിലോമീറ്ററിൽ എത്ര കുട്ടിയാണ്? 1 കുട്ടിയാണ്. അപ്പോൾ 1 പ്ലസ് പിന്നെ 12 കിലോമീറ്ററിൽ 2 കുട്ടികളാണ്. അപ്പോൾ 2 പ്ലസ് പിന്നെ 14 കിലോമീറ്ററിൽ 1 കുട്ടി അല്ലേ. അപ്പോൾ എന്ത് വരും? 1 + 1 2 ആണ്. 2 + 2 4. അപ്പോൾ 4 കുട്ടികളാണ് ഉള്ളത്. ഓക്കെ.
The scores of 35 children in a test are given below. Make a frequency table and answer this question. അതായത് 35 ചിൽഡ്രനിലെ സ്കോർസ് തന്നിട്ടുണ്ട്. ഇതൊരു ഫ്രീക്വൻസി ടേബിളായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കാം. ഫ്രീക്വൻസി ടേബിളിന് എത്രയാണ്? 3 കോളാണ് വേണ്ടത് അല്ലേ? അപ്പോൾ 3 കോളുള്ള ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കുക. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ എന്താണ് തന്നിട്ടുള്ളത്? എന്താണ്? സ്കോർസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? ഓരോ കുട്ടിയുടെയും സ്കോർസ് ആണ്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ സ്കോർസ്, പിന്നെ ടാലി, പിന്നെയോ പിന്നെയുള്ളത് ഓരോ സ്കോറും ആരുടെയാണ്? ഓരോ ചിൽഡ്രൻ്റെയും ആണ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ സ്കോർസ് 10 മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഏറ്റവും ചെറുത് 10, അതിനേക്കാൾ കൂടിയത് 11 ഉണ്ട്. പിന്നെ അതിനേക്കാൾ കൂടിയ 12 ഉണ്ടോ? 12 ഉണ്ട്. പിന്നെ അതിനേക്കാൾ കൂടിയ 13 ഉണ്ട്. അതിനേക്കാൾ കൂടിയത് 14 ഉണ്ട്. അതിനേക്കാൾ കൂടിയ 15 ഉണ്ട്. അതിനേക്കാൾ കൂടിയ 16 ഉണ്ട്. അതിനേക്കാൾ കൂടിയത് 17 ഉണ്ട്. അതിനേക്കാൾ കൂടിയത് 18 ഉണ്ട്. അതിനേക്കാൾ കൂടിയത് 19 ഉണ്ട്. പിന്നെ അതിനേക്കാൾ കൂടിയത് 20 ഉണ്ട്. 20ൽ കൂടിയിട്ടുള്ളതൊന്നും കാണുന്നില്ല അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്കിത് ടേബിൾ ക്ലോസ് ചെയ്യാം. ലാസ്റ്റ് ടോട്ടലാണല്ലേ? അപ്പോൾ ടോട്ടൽ എഴുതാം. ഇനി 10 സ്കോർസുള്ള എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം. 1, അതായത് എത്ര 10 ഉണ്ടെന്ന് നോക്കാം. 1, പിന്നെ 2 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ 2 ആണ്. ടാലി എങ്ങനെ എഴുതാം? 1, 2. ഓക്കെ. ഇനി 11 സ്കോറിൽ എത്ര കുട്ടികളുണ്ട്? 1, 2, 3 ചിൽഡ്രൻ ആണ്. അപ്പോൾ ടാലി ആയിട്ട് എങ്ങനെ എഴുതാം? 1, 2, 3. ഇനി 12 സ്കോർസുള്ള എത്ര കുട്ടികളുണ്ട്? 1, 2, 3. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ 3 ആണ്. അപ്പോൾ ടാലി ആയിട്ട് എങ്ങനെ എഴുതാം? 1, 2, 3. ഇനി 13 സ്കോറിൽ എത്ര കുട്ടികളുണ്ട്? 1, 2, 3, 4 ആണല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ 4. ടാലി ആയിട്ട് എങ്ങനെ എഴുതാം? 1, 2, 3, 4. ഇനി 14 സ്കോറിൽ എത്ര കുട്ടികളുണ്ട്? 1, 2, 3, 4. അപ്പോൾ 4 ആണുള്ളത്. 4 എങ്ങനെ എഴുതാം? 1, 2, 3, 4. ഇനി 15 സ്കോറിൽ എത്ര കുട്ടികളുണ്ട്? 1, 2, 3, 4, 5, 6 ആണല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ 6 ആണ്. ടാലി ആയിട്ട് എങ്ങനെ എഴുതാം? 1, 2, 3, 4, 5, 6. ഓക്കെ. ഇനി 16 സ്കോറിൽ എത്ര കുട്ടികളുണ്ട്? 1, 2, 3, 4, 5 ചിൽഡ്രൻ ആണ്. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ 5 ആണ്. ടാലി ആയിട്ട് എങ്ങനെ എഴുതാം? 1, 2, 3, 4, 5. ഓക്കെ. ഇനി 17 സ്കോറിൽ എത്ര കുട്ടികളുണ്ട്? 1, 2, 3, 4 കുട്ടികളാണ്. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ 4 ആണ്. ടാലി ആയിട്ട് 1, 2, 3, 4 എന്ന് എഴുതാം. ഇനി 18 സ്കോറിൽ എത്ര കുട്ടികളുണ്ട്? 1, 2 ഉള്ളല്ലേ? നമുക്ക് 2 എന്ന് എഴുതാം. ടാലി ആയിട്ട് 1, 2 എന്ന് എഴുതാം. ഇനി 19 സ്കോറിൽ എത്ര കുട്ടികളുണ്ട്? 1 കുട്ടിയുള്ളൂ. അപ്പോൾ 1 എഴുതാം. ഇനി 20 സ്കോറുള്ള 1 കുട്ടിയുള്ളൂ. ഓക്കെ. അപ്പോൾ 1 എഴുതാം. ഓക്കെ. ടോട്ടൽ എത്രയാണ്? 2 + 3 5, 5 + 3 8, 8 + 4 12, 12 + 4 16, 16 + 6 22, 22 + 5 27, 27 + 4 31, 31 + 2 33, 33 + 1 34, 34 + 1 35. അപ്പോൾ ടോട്ടൽ 35 ചിൽഡ്രൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ചിൽഡ്രൻ സ്കോർ 20 സ്കോർ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയുള്ളൂ. നമ്പർ ഓഫ് ചിൽഡ്രൻ 2 ആണ് 20ൽ അല്ലേ? അപ്പോൾ 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ചിൽഡ്രൻ ഗോട്ട് സ്കോർസ് ബിറ്റ്വീൻ 10 ആൻഡ് 15? 10നും 15നും ഇടയിൽ സ്കോർസ് കിട്ടിയിട്ടുള്ളത്. 10നും 15നും ഇടയിൽ വരുന്ന സ്കോർസ് ഏതൊക്കെയാണ്? 11, 12, 13, 14 അല്ലേ?
അപ്പോൾ ഇത്രയും സ്കോർസ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ഏതൊക്കെയാണ്? 11 സ്കോർ കിട്ടിയിട്ട് 3 ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ 3 പ്ലസ് പിന്നെ 12 സ്കോർ കിട്ടിയിട്ടുള്ള 3 ചിൽഡ്രൻ ഉണ്ട്. 3 പ്ലസ് പിന്നെ 13 സ്കോർ കിട്ടിയിട്ടുള്ള 4 ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ 4 പ്ലസ് പിന്നെ 14 സ്കോർ കിട്ടിയിട്ടുള്ള 4 ചിൽഡ്രൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര വരും? 3 പ്ലസ് 3 6 ആണ്. 6 പ്ലസ് 4 10, 10 പ്ലസ് 4 14 ആണല്ലേ. അപ്പോൾ 14 ആണ് ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്കോർഡ് ലെസ് ദാൻ 10? 10നേക്കാൾ കുറവുള്ളത് ഏതൊക്കെയാണ്? 10നേക്കാൾ കുറവുള്ള സ്കോറേ ഇല്ല, അതുകൊണ്ട് അതിനൊരു നമ്പർ ഓഫ് ചിൽഡ്രനും ഇല്ല, അപ്പോൾ 0 ആണ് ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്കോർ ഒബ്റ്റെയിൻ ബൈ ലാർജസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? ഏറ്റവും കൂടുതൽ ചിൽഡ്രന് കിട്ടിയിട്ടുള്ള മാർക്ക്. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ കൂടുതലുള്ളത് ഏതാണ്? 6 ആണല്ലേ. അപ്പോൾ 6 ഉള്ളത് 15 ആണ്. അപ്പോൾ 15 സ്കോറാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ.